ഇന്നത്തെ ചിന്ത ബന്ധങ്ങളെപ്പറ്റി ആയിരിക്കാം. പല വിധത്തിലുള്ള ബന്ധങ്ങളുണ്ടല്ലോ. ഒരു ഫാമിലിയിലാണെങ്കിൽ തന്നെ അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം, അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം, അങ്ങനെ പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട് നമ്മളുടെ ഇടയിൽ. അപ്പോൾ എൻ്റെ ചിന്തയിൽ വന്ന എൻ്റെ ഒരു തോട്ടാണിത്. അത് പലർക്കും പല രീതിയിലായിരിക്കാമല്ലോ ഓരോരുത്തരും ചിന്തിക്കുന്നത്. പക്ഷേ എൻ്റെ ചിന്തയിൽ വന്നത്, എൻ്റെ അനുഭവത്തിലായാലും എൻ്റെ ഒബ്സർവേഷനിലായാലും എൻ്റെ എക്സ്പീരിയൻസിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ ഞാൻ മനസ്സിലാക്കിയ പോയിൻ്റ്, ഒരു ബന്ധത്തിലും ഓണർഷിപ്പ് ഉണ്ടാവുന്നില്ല, ഓണർഷിപ്പ് ഇല്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ അപ്പനും അമ്മയ്ക്കും ഒരു കുഞ്ഞുണ്ടാവുന്നു, മകനോ മകളോ ഉണ്ടാവുന്നു. അവരാ കുഞ്ഞിനെ വളർത്തി മറ്റേ ചിറക് മുളയ്ക്കുന്നിടം വരെ അവർ വളർത്തി പഠിപ്പിച്ച് സ്വയം പര്യാപ്തത വരുത്തുന്നു. അത് കഴിയുമ്പോൾ ആ കുഞ്ഞ് ആണായാലും പെണ്ണായാലും ചിറകടിച്ച് പറന്നുപോയി അവരുടെ കാലിൽ നിന്ന് അവരവരുടെ ലൈഫ് തുടങ്ങുന്നു. ചിലപ്പോൾ സിംഗിളായിട്ടായിരിക്കും, അത് ചിലപ്പോൾ പാർട്ട്ണർ സ്പൗസ് ഒക്കെ ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. അവരവരുടെ പുതിയ ലൈഫ് തുടങ്ങുന്നു. അപ്പോൾ അവിടെ പല പേരൻസിനും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, പല കംപ്ലൈൻറ്റ് ഈ മക്കളെ പറ്റി കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും ഉണ്ടാവുന്നുണ്ട്. കല്യാണം കഴിച്ച് പോയാൽ, എസ്പെഷ്യലി കല്യാണം കഴിച്ച് കഴിഞ്ഞ് പോയി എൻ്റെ ഓണർഷിപ്പിൽ നിന്ന് പോയി, എൻ്റെ കൺട്രോളിൽ നിന്ന് പോയുള്ള വറികൾ ചിലർക്കുണ്ട്. അവരുടെ പുതിയ ലൈഫ് തുടങ്ങിയ പിന്നെ പേരൻസിനെ തിരിഞ്ഞ് നോക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ഓണർഷിപ്പിന് കൺട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത് പലർക്കും. അപ്പം അതിൻ്റെ ആവശ്യകത ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തെന്ന് വെച്ചാൽ അത് ഓണസ്റ്റ് ട്രൂത്ത് എന്തെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഓണർഷിപ്പ് അവിടെ ഇല്ല. അപ്പനും അമ്മയ്ക്കും മക്കളുടെ മേലൊരു ഓണർഷിപ്പില്ല. കാരണം നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വരദാനം, ഒരു ഗിഫ്റ്റാണ് നമ്മുടെ മക്കൾ. അവരുടെ മേൽ നമ്മൾക്ക് ഓവർ പവറോ ഓവർ കൺട്രോളോ ഓണർഷിപ്പോ ഇല്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മളുടെ ബെസ്റ്റ് കടമ രീതി ചെയ്തു. അവർക്ക് കൊടുക്കാവുന്ന ലവ്, കെയർ, സപ്പോർട്ട് എല്ലാം കൊടുത്തവരെ പറക്കമുറ്റയാക്കുക. അത്രേ ഉള്ളൂ അതാണ് നമ്മുടെ ഡ്യൂട്ടി. അവർക്ക് ആവശ്യം, കല്യാണം കഴിഞ്ഞാണെങ്കിലും അവർക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ അവരെ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക, സ്നേഹിക്കുക, കെയർ ചെയ്യുക. വാട്ട് എവർ യു ക്യാൻ ഡു, യു ഡു. അല്ലാതെ അവരുടെ മേൽ കൺട്രോൾ വെക്കാനും അവരുടെ ഓണർഷിപ്പ് എൻ്റെ കയ്യിലാണ്, കടിഞ്ഞാണ് എൻ്റെ കയ്യിലാണെന്നുള്ള അങ്ങനെ ഒരു ബോധമുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. കാരണം ഓരോ മനുഷ്യനും അവരുടെ ലൈഫ്, ഒരു പുതിയ ലൈഫ് തുടങ്ങുമ്പോൾ അവരുടെ ലൈഫ് ഒരു ചെടി മുളയ്ക്കുന്നത് പോലെയാണ്. അതൊരു ഒരു ട്രീ വളർന്ന്, അവർക്ക് വെള്ളമൊഴിച്ച് അവരുടെ ട്രീ അത് വളർന്ന് വന്ന് അതിൻ്റെ പൂവും കായും ഒക്കെ അവരുടെ ഓൺ ലൈഫിലേക്ക് പോകുന്നു. അപ്പോൾ അതിപ്പോൾ അവനവൻ്റെ ജീവിതം പേരൻസ് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്നത് കാര്യമേ ഉള്ളൂ. കാരണം പേരൻസ് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പുതിയ ലൈഫ് തുടങ്ങി കഴിയുമ്പോൾ ദേ വർ ബിസി വിത്ത് their own ലൈഫ്, അല്ലേ? അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാനും, വീട് മേടിക്കാനും, വണ്ടി മേടിക്കാനും, ബിസിനസ് മേടിക്കാനും, എന്തൊക്കെയാണ് ജീവിക്കാനുള്ള മാർഗ്ഗങ്ങൾ, ജോലി നോക്കുവാനും ഒക്കെ ആയിട്ട് ബിസിയായി അതിൻ്റെ പുറകെ ഓട്ടമായിരുന്നു. പിന്നെ സഹോദരങ്ങളെയും അപ്പനും അമ്മയൊക്കെ സഹായിച്ച് കാണണം. എല്ലാവരുടെയും ലൈഫ് പല രീതിയിലാണ്. ഒരു മനുഷ്യൻ്റെ ലൈഫ് ഒരു മനുഷ്യന് വേറൊരു മനുഷ്യന് താരതമ്യം ചെയ്യാനൊക്കത്തില്ല. ഒരാളിങ്ങനെ ചെയ്തെന്നും പറഞ്ഞ് പിന്നെ റെപ്ലിക്ക പോലെ ബാക്കി എല്ലാവരും അങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ ശാഠ്യം പിടിക്കരുത്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കേണ്ട വളരെ അത്യാവശ്യമാണ് പലർക്കും. അപ്പോൾ കുട്ടികൾ പ്രായമായി അവർ കല്യാണം കഴിച്ചാണായാലും പെണ്ണായാലും അവർ കല്യാണം കഴിച്ച് അവരുടെ ജീവിതം തുടങ്ങുമ്പോൾ let them live their life. So parents have to live their life and the kids need to live their life. They need to build their base and
ഫൗണ്ടേഷൻ ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ലൈഫ് ആൻഡ് അവരുടെ ലൈഫ് ഫ്ലറിഷ് ആക്കാൻ വേണ്ടി അവർ ജോലി ചെയ്യുന്നു, അവരുടെ ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോകുന്നു. ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള പല പേരൻസിനും വളരെ സ്ട്രഗിളാണ് വൺസ് പിള്ളേർ കല്യാണം കഴിച്ചു പോകുന്നത്, ആണായാലും പെണ്ണായാലും. അങ്ങനെ ഓവർ തിങ്കിങ്ങും ഓവർ പവറിങ്ങും എല്ലാം ഓവറാക്കി കുളവാക്കും. അത് സ്വന്തം ലൈഫും കുളവാക്കും, പിള്ളേരുടെ ലൈഫും കുളവാക്കും. പിള്ളേർക്ക് സ്ട്രെസ്സ് കൊടുക്കും. അവരുടെ ലൈഫ് അവർ തുടങ്ങുമ്പോഴേ അവർ സ്ട്രെസ്സും കൊണ്ടാണ് തുടങ്ങുന്നത്. സോ ലെറ്റ് ദം ലിവ് ദെയർ ലൈഫ്, ലെറ്റ് ദം എൻജോയ് ദെയർ ലൈഫ് ആസ് ലോങ് ആസ് ദേ ക്യാൻ. അപ്പോൾ നമുക്ക് കഴിയാവുന്ന, എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ പേരൻസ് അവരെ കഴിയാവുന്ന ഹെൽപ്പ്, സപ്പോർട്ടും മോറൽ സപ്പോർട്ടും എല്ലാം കൊടുക്കുക. അവർക്ക് വളർന്നു വരാൻ നല്ല രീതിയിൽ അവരുടെ ലൈഫ് പടുത്തുയർത്താൻ. അല്ലെ അവരെ എപ്പോഴും ബോദർ ചെയ്ത് നാഗ് ചെയ്ത് അന്നോയ് ചെയ്ത് അരഗൻ്റായിട്ട് അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ചെയ്യുന്ന കുറേ പേരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പോയിൻ്റ് മെൻഷൻ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ചിലർക്ക് പെണ്ണായാലും ആണായാലും കല്യാണം കഴിച്ച് പോയി കഴിയുമ്പോൾ പണ്ടത്തെ നാട്ടിലെ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണിനെ അങ്ങോട്ട് കൊടുത്തു, ഞങ്ങൾ പെണ്ണിനെ മേടിച്ചു, ഇത്രയും സ്വർണം തന്നു, ഇത്രയും പൈസ കൊടുത്തു, അങ്ങോട്ട് മേടിച്ച് ഇങ്ങോട്ട് മേടിച്ച്, ചെറുക്കനെ മേടിച്ച് പെണ്ണിനെ മേടിച്ച്, എന്തെല്ലാം കോലാഹലമാണോ. ഐ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പാർട്ട്. അങ്ങനെയൊന്നും അല്ല ഇപ്പം ചിന്തിക്കേണ്ടത്. പെണ്ണിനെ അങ്ങോട്ടും കൊടുക്കുന്നില്ല, ചെറുക്കനെ ഇങ്ങോട്ടും മേടിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണിനെ മേടിക്കുന്നുമില്ല, വാങ്ങിക്കുന്നുമില്ല, തേൽപ്പിക്കുന്നുമില്ല. അതൊക്കെ ഒരു ന്യൂയിസൻസാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അതേപ്പറ്റി പലർക്കും ഒരു ബോധവൽക്കരണം ഇതുവരെ വന്നിട്ടില്ല. കാര്യം ഇവിടെ ഒരു പെണ്ണും ആണും കൂടെ ഒരു ലൈഫ് തുടങ്ങുന്നു, അവരൊരു പുതിയ ഫാമിലി തുടങ്ങുന്നു. അല്ലാതെ ഇവിടെ ആരെ ഏൽപ്പിക്കുന്നുമില്ല, അവിടെ ആരെ കൊടുക്കുന്നുമില്ല, വാങ്ങിക്കുന്നുമില്ല, വിൽക്കുന്നുമില്ല. അതൊക്കെ ഒരു സ്റ്റുപ്പിഡ് ഇഡിയറ്റ് വേ ആണ് ചിന്തിക്കുന്നത്. ഐ എം സിംപ്ലി സേയിങ് അതൊക്കെ ഒരു വളരെ പിരിയായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ്. ആൾക്കാർക്ക് ഇതൊക്കെ പറ്റിയൊക്കെ കുറച്ച് എഡ്യൂക്കേഷൻ ആവശ്യമുണ്ട്. അതേപ്പറ്റി വായിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ആണായാലും പെണ്ണായാലും അവർ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അവരൊരു പുതിയ ജീവിതം തുടങ്ങുന്നു, ഒരു പുതിയ ഫാമിലി തുടങ്ങുകയാണ് അവിടെ. പിന്നെ അവർക്ക് കുഞ്ഞുങ്ങളായി. അപ്പോൾ ഇവിടെ പേരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടോ ഞങ്ങളെ ഏൽപ്പിച്ചു, ഞങ്ങളങ്ങോട്ട് കൊടുത്തു, ഞങ്ങളിങ്ങോട്ട് മേടിച്ചു, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് വളരെ ഒരു നമ്മുടെ നാട്ടിലെ പറത്തിലെ ഒരു ചൊല്ലിലെ പൊട്ടക്കളത്തിലെ തവളകൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കരുത് നമ്മൾ ഈ വന്ന കാലത്ത്. ദിസ് ഇസ് എ മോഡേൺ യുഗമാണ്. ഗ്ലോബലൈസേഷൻ ഈസ് ബിയോണ്ട് അസ് ആൻഡ് എബവ് അസ്. അതെല്ലാം കഴിഞ്ഞു. ഗ്ലോബലൈസേഷനൊക്കെ ആ പീരീഡ് കഴിഞ്ഞിപ്പോൾ AI യുഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. സോ വി ഹാവ് ടു ഗ്രോ, റൈറ്റ്? ദ വേൾഡ് നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന് കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ ചേര തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ ചേരയുടെ നടുക്കഷ്ണം തിന്നുക, അങ്ങനെയൊക്കെയുള്ള ചൊല്ലുകളുണ്ട് നാട്ടിൽ. അതൊക്കെ അങ്ങോട്ട് ലിറ്ററലി പ്രാവർത്തികമോ അല്ലെങ്കിൽ അതിൻ്റെ ഇന്നർ മീനിങ് നമ്മൾ കാലത്തിനകത്ത് ഓടണം. അതിന് നമ്മുടെ അറിവും വർദ്ധിപ്പിക്കണം, അതിനുവേണ്ടി വായിക്കണം. ഇങ്ങനെയുള്ള ജൽപ്പനങ്ങളും ഇങ്ങനെയുള്ള പിടിവാശികളും ഓവർ കൺട്രോളിങ്ങും ഓവർ പവറിങ്ങും, അതിപ്പോൾ ഭാര്യ ഭർത്താവ് തന്നെ ആണെങ്കിൽ തന്നെ ഓവർ പവറിങ് ഓവർ കൺട്രോളിങ്, ഭർത്താവ് ഭാര്യയെ കൺട്രോൾ ചെയ്യുന്ന പലരുടെയും ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു വസ്തുതയാണ്. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓവർ കൺട്രോൾ ചെയ്യുക, ഭാര്യ ഓവർ കൺട്രോൾ ചെയ്യുന്നു, ഭാര്യ ഭർത്താവിനെ ഓവർ കൺട്രോൾ ചെയ്യുന്നു, ആടി ബഹളം കോലാഹലം. പക്ഷേ ഭർത്താവ് ഒരു നല്ല ഹ്യൂമൻ സിറ്റിസൺ ആയിരിക്കണം, ഭാര്യ ഒരു നല്ല സിറ്റിസൺ ആയിരിക്കണം. ആരും പെർഫെക്റ്റ് അല്ല, എന്നാലും ട്രൈ ദ ബെസ്റ്റ്. അങ്ങനെ യു ആർ ട്രൂത്ത്ഫുൾ ടു യുവർ വൈഫ് ആൻഡ് ട്രൂത്ത്ഫുൾ ടു യുവർ ഹസ്ബൻഡ്. അങ്ങനെ ആയിരിക്കുമ്പോൾ കുറേ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അല്ലാതെ ഒരു മനുഷ്യനെ കൺട്രോൾ ചെയ്ത് ബുദ്ധിമുട്ടിച്ച് അങ്ങനെ ജീവിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. കാരണം എല്ലാ മനുഷ്യനും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അവർക്ക് അവരുടെ സ്പേസ് ആവശ്യമാണ്, അല്ലേ? അപ്പം അവരവരുടെ ധർമ്മങ്ങൾ ചെയ്യുക. ഭർത്താവിൻ്റെ കടമകൾ ചെയ്യുക, ഭാര്യയുടെ കടമകൾ ചെയ്യുക. പക്ഷേ എല്ലായിടത്തും ഒന്നും അങ്ങനെയൊന്നും അല്ല. ഈക്വാലിറ്റി ഇല്ല, അങ്ങനെയൊന്നും അല്ല ജീവിക്കുന്നത്. ഈക്വാലിറ്റി വേണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ചിലപ്പോൾ ഭാര്യ കൂടുതൽ ചെയ്യും ചില കാര്യങ്ങൾ, ഭർത്താവ് ചില സമയത്ത് മറ്റുള്ള കാര്യങ്ങൾ കൂടുതൽ. കാരണം എല്ലാം ഡിഫറെൻ്റ് ആണല്ലോ. ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന വേർഡ് രണ്ടും ഡിഫറെൻ്റാണ്. അവരുടെ ലുക്ക് ഡിഫറെൻ്റാണ്, അവരുടെ ബോഡി സ്ട്രക്ചർ ഡിഫറെൻ്റാണ്, അനാറ്റമി ഡിഫറെൻ്റാണ്, തിങ്കിങ് ഡിഫറെൻ്റാണ്. ഒന്നും ഈക്വൽ അല്ല. ദർ ഇസ് നത്തിങ് ഈക്വൽ
ഇൻ ദിസ് വേൾഡ്. അത് ഞാനൊരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ്. ദർ ഇസ് നത്തിങ് ഇൻ ദിസ് വേൾഡ് ഈസ് ഈക്വൽ. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട. ഈ ഈക്വാലിറ്റിയുടെ കാര്യം പറയുന്നറിനെ ഒരു മനുഷ്യനും അല്ല ഒരു സ്ത്രീയും പുരുഷനും തമ്മിലല്ല ഈക്വാലിറ്റി പറയേണ്ടത്. ഈക്വൽ റോൾസ് ആയിരിക്കണം. ഈക്വാലിറ്റി വരുന്ന റോൾസിലാണ്. നമ്മുടെ റോൾ എന്താണ്? ഇപ്പോൾ ഒരു റോളിൽ ഒരു ഭാര്യയും ഒരു സ്ത്രീയോ ഒരു പുരുഷനോ സെയിം റോളിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ ആ റോളിൻ്റെ എക്സ്പെക്റ്റേഷൻ സെയിം ആയിരിക്കും. അവിടെ ഈക്വാലിറ്റി ഉണ്ട്. കാരണം സെയിം റോളാണ്. അപ്പോൾ അവിടെ ഈക്വാലിറ്റി ആവശ്യമാണ്. അതിപ്പോൾ ആൺ ചെയ്താലും പെണ്ണ് ചെയ്താലും അത് അവിടെ ഈക്വാലിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം റോളാണ് അത് മനുഷ്യനെ ബേസ് ചെയ്തല്ല ഈക്വാലിറ്റി പറയുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ ഭാര്യയും ഭർത്താവാണെങ്കിൽ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ജീവിക്കുക, പരസ്പരം സ്നേഹിക്കുക, സഹകരിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക ഒക്കെ ഉള്ളതാണ് ലൈഫിൻ്റെ മുമ്പോട്ട് പോകാനുള്ള കാര്യം. ചിലപ്പോൾ ചിലർ കൂടുതൽ തെറ്റ് ചെയ്യും, ആണ് കൂടുതൽ തെറ്റ് ചെയ്യും, പെണ്ണ് കൂടുതൽ തെറ്റ് ചെയ്യുന്നത് വെച്ചാൽ മറ്റുള്ളവരെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റേ ആൾക്ക് അന്നോയൻസ് ആവും അല്ലേ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വർക്ക് ഇറ്റ് ഔട്ട് എന്ന് പറയും. ഇവിടുത്തുകാർ പറയുന്നത് വർക്ക് ഇറ്റ് ഔട്ട് ചെയ്യണം. അത് സ്നേഹം കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. സ്നേഹമെന്ന് പറയുന്നത് തേൻ മുറിവിൽ പുരട്ടുന്നത് പോലെയാണ്. എന്ത് കാര്യങ്ങളും സ്നേഹത്താൽ നടക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. പക്ഷെങ്കിൽ കഴിവതും മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ദൈവത്തിന് നിരക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഒന്നുമേ ചെയ്യാതിരിക്കുക, ചിന്തിക്കാതിരിക്കുക. ആരും പെർഫെക്റ്റ് അല്ല, പക്ഷേ ട്രൈ ടു ബി ദ ബെസ്റ്റ് പേഴ്സൺ. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മറ്റുള്ള സഹജീവികളെ പറ്റി കുറേ കെയർ ഓക്കെ. അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ ആർക്കും ഒരു മനുഷ്യന്, അതിപ്പോൾ ഏത് ബന്ധമാണെങ്കിലും അപ്പനും അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കളായാലും എന്ത് റിലേഷൻഷിപ്പായാലും ആരിലും ഒന്നും ഓണർഷിപ്പില്ല. ഓണർഷിപ്പുള്ളത് നമ്മുടെ ദൈവത്തിന് മാത്രമേ ഉള്ളൂ നമ്മളുടെ മേൽ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ വിശ്വാസം തെറ്റായിരിക്കാം, പക്ഷേ അറിവുള്ള ആൾക്കാർ പറയുന്നത് കേട്ടതും നമ്മൾ ഹോളി ബുക്കിൽ നിന്ന് മനസ്സിലാക്കുന്നതും അറിവുള്ള ആൾക്കാർ നമുക്ക് ഷെയർ ചെയ്ത കാര്യങ്ങളെന്നൊക്കെയാണ് ഞാനിത് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം എതിരഭിപ്രായമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം വിത്ത് നൈസ് വേർഡ്സ്. റൈറ്റ്ഫുള്ളി യു ക്യാൻ കമൻറ്റ്. ഐ ലൈക്ക് ടു നോ യുവർ വ്യൂ പോയിൻറ്റ്, ബട്ട് ദിസ് ഇസ് മൈ വ്യൂ പോയിൻറ്റ്. ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ വാങ്ങലും കല്യാണം കഴിക്കുന്നതോടെ അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു, അവനെൻ്റെ അടിമ ഇവളെൻ്റെ അടിമ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരുടെ അടിമയും കൺട്രോളും ഒന്നുമല്ല. അപ്പോൾ ആരുടെ ഓണർഷിപ്പിലല്ല, ആരുടെ കൺട്രോളിലല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ചിന്തയും സ്പേസും കാര്യങ്ങളും പ്രവൃത്തി മണ്ഡലവും എല്ലാം ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാക്കണം. അങ്ങനെ ഒരു ചിന്താഗതി വേണം. ഫ്രീഡം നമ്മൾ ഇല്ലെങ്കിൽ അത് ഫൈറ്റ് ചെയ്ത് മേടിക്കേണ്ട കാര്യമാണ്. ആരുടെയും കയ്യിൽ നിന്നും പിടിച്ചു മേടിക്കുകയോ കൊടുക്കുകയോ വാങ്ങിക്കുകയോ കണ്ട കാര്യമല്ല അത് ഫ്രീഡം നമുക്ക് ഉണ്ടായിരിക്കണം. അതിനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്, ആണായാലും പെണ്ണായാലും ആരായാലും ശരി. പിന്നെ മക്കൾ പ്രായമാകുമ്പോൾ അവരുടെ ജീവിതം ജീവിക്കാൻ അനുവദിക്കുക. ഞാൻ ചെയ്തതുപോലെ വേറൊരാൾ ചെയ്തു, ഇന്ന സമയത്ത് അങ്ങനെ ചെയ്തു, എൻ്റെ പേരൻസിനെ ഞാൻ നോക്കി, എൻ്റെ ഫാദറിനെയും മദറിനെയും ഇങ്ങനെ നോക്കി, അമ്മയപ്പനെ ഇങ്ങനെ നോക്കി, എൻ്റെ സഹോദരൻ, അതുപോലെ വേറെ ആൾക്കാർ ചെയ്യണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കരുത്. ഓരോ മനുഷ്യൻ്റെയും ലൈഫ് ഡിഫറെൻ്റാണ്, ഓരോ മനുഷ്യനും ഡിഫറെൻ്റാണ്, എല്ലാം ഡിഫറെൻ്റാണ്. നത്തിങ് ഇസ് സെയിം. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെയൊക്കെ നമ്മൾ വായനാശീലത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ മനുഷ്യനെ അറിവും വിവരവും വിജ്ഞാനവും വെളിച്ചപ്പാടും ഒക്കെ വരും. അപ്പം അത് ഒരു പോയിന്റ് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം പലരിലുള്ള കോൺവെർസേഷനിൽ നിന്ന് പലരും ഫ്രസ്ട്രേറ്റഡ് ആണെന്നും പലരുടെയും ജീവിതം വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള ആപത്കരമായിട്ടുള്ള അനാവശ്യ ചിന്തകൾ കാരണം പലരുടെയും കമൻറ്റും പലരുടെയും ജീവിതവും പ്രശ്നങ്ങളും ഞാൻ ഇതുവരെ കണ്ടിടത്തോളവും എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോ ഇട്ട എൻ്റെ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കൊളാബറേറ്റ് ചെയ്യാമല്ലോ. ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യണം, എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം, സംസാരിക്കാം, കൊളാബറേറ്റ് ചെയ്യാം.
എനിക്കും നിങ്ങളുടെയൊക്കെ വ്യൂ പോയിൻ്റ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഐ ഹോപ്പ് ഐ എം റൈറ്റ്. ഐ ട്രൈ ടു ബി റൈറ്റ് ഓൺ ദീസ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. അപ്പോൾ അത്രയും പറയാനാണ് ഈ വീഡിയോ. താങ്ക് യു വെരി മച്ച്.